സന്നദ്ധ സംഘടനയായ HRDSനെതിരെ ഗുരുതര ആരോപണവുമായി മുൻ ജീവനക്കാരൻ. പോക്സോ കേസ് ഒതുക്കാൻ HRDS പണം ഒഴുക്കിയെന്ന് പരാതിക്കാരൻ പറഞ്ഞു. HRDSലെ ജീവനക്കാരിയെ ദുരുപയോഗം ചെയ്തു. മുൻ കേന്ദ്രമന്ത്രി ഡോക്ടർ S കൃഷ്ണകുമാറിനെതിരായ വ്യാജ പീഡന പരാതിക്ക് പിന്നിലും അജി കൃഷ്ണനാണ്. അജി കൃഷ്ണനെതിരെ നടപടി ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്നും പരാതിക്കാരൻ പറഞ്ഞു. HRDSൽ വരുന്ന ഏത് ഫണ്ട് HRDS വന്നാലും അതിൻ്റെ 10% സാറ് ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു റെസൊല്യൂഷൻ ഉണ്ടാക്കി സാറിന് അയച്ചു കൊടുത്തു. അപ്പോൾ സാറ് പറഞ്ഞു ഞാനിങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു സജി അത് അജിയെ വിളിച്ച് പറഞ്ഞ് മനസ്സിലാക്കണം, ഒരു കാരണവശാലും ഞാനങ്ങനെ ചോദിച്ചിട്ടില്ല, പിന്നെ എനിക്കെതിരെ എന്തിനാണ്, അപ്പോൾ എനിക്കെതിരെ എന്തെങ്കിലും ഭാവിയിൽ ഉപയോഗിക്കാനായിരിക്കുമല്ലോ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയിരിക്കുന്നവർ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ തമ്മിൽ തെറ്റിയപ്പോൾ ഞാൻ അജീഷിനെ വിളിച്ച് പറഞ്ഞു, അജീഷ്ണ ഇത് സാറിനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി പോകണം മുന്നോട്ട്, വേണ്ട ഫൈറ്റ് ചെയ്തോളാം എന്നുള്ള നിലപാടായിട്ട്. ഫൈറ്റ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? HRDSന് സാരമായ പരിക്ക് പറ്റി. ഫൈറ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ പരാതി ഇത്തരം കൊടുത്തപ്പം ആ പരാതികളുടെ ഇതിലൊക്കെയാണ് അജീഷിനെ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടിയൊക്കെ വരുന്ന സാഹചര്യങ്ങളൊക്കെ കേരളത്തിലുണ്ടായത്. ശരത് ലാൽ ചേരുന്നു വിവരങ്ങളുമായി. ശരത് ലാൽ, എന്തായാലും ഈ ഒരു സാമ്പത്തിക തിരിമറി കൂടി ഇതിന് ഒപ്പം സമാന്തരമായിട്ടുള്ള ആരോപണമായി ഉയരുന്നു. മാത്രമല്ല പോക്സോ കേസ് ഒതുക്കാൻ പണം ഒഴുക്കിയെന്നാണ് ഇപ്പോൾ പരാതിക്കാരൻ പറയുന്നത്. എന്തായാലും കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പരാതിക്കാരൻ എന്ന് പറയുന്നു. എങ്ങനെയാകും നിയമ നടപടികൾ സ്വീകരിക്കുക? ഇപ്പോൾ ഉയർന്ന ആരോപണങ്ങൾ എന്താണ്? വളരെ വലിയ പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് ഈ HRDSലെ മുൻ ജീവനക്കാരൻ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് അജി കൃഷ്ണനെതിരെ ലൈംഗിക അതിക്രമ പരാതി നൽകിയ പെൺകുട്ടിയുടെ പിതാവ് കൂടിയാണ് ഈ ജീവനക്കാരൻ. കാരണം തങ്ങളുടെ കേസ് ഒതുക്കാൻ വേണ്ടി മുൻ മന്ത്രി കൃഷ്ണകുമാറിനെതിരെ വ്യാജ പീഡന പരാതി ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്തു. അതേ തുടർന്ന് അജി കൃഷ്ണനെതിരെ നൽകിയ പരാതികളല്ലേ കൃഷ്ണകുമാർ പിൻവലിക്കേണ്ടി വന്നു തുടങ്ങിയ അടുത്ത വെളിപ്പെടുത്തലാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ അജി കൃഷ്ണനെതിരെ 24 മണിക്കൂർ പോലീസ് ചോദ്യം ചെയ്തും കസ്റ്റഡിയിൽ എടുത്തിട്ട് പോലും അജി കൃഷ്ണനെ വെറുതെ വിടാൻ അദ്ദേഹം അതായത് പണം ഒഴുക്കിയത് കൊണ്ടാണ് എന്നൊരു ആരോപണം ഉയർത്തിയിട്ടുണ്ട്. ഏതായാലും ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഇപ്പോൾ പെൺകുട്ടിയുടെ പിതാവ്. നാളെ തന്നെ ഹൈക്കോടതിയെ സമീപിക്കും എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും HRDSൽ എല്ലാ കാര്യങ്ങളും പറയുന്നത് പോലെയല്ല എന്നും ആൾക്കാരെ വഞ്ചിക്കുകയാണ് എന്നും അദ്ദേഹം പറയുന്നു. ഇതുവരെ 40 ലക്ഷം രൂപ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത് CSR ഫണ്ടായിട്ട്. അതേസമയം കോൺട്രാക്ടർമാരെടുത്തുനിന്ന് വ്യാജ വാഗ്ദാനങ്ങൾ നൽകി 100 കോടിയോളം രൂപ സമാഹരിച്ചു. അതുകൊണ്ട് ദൂർത്തടിക്കുകയാണ് ചെയ്തിരിക്കുന്ന അടക്കമുള്ള ഗുരുതരമായ സാമ്പത്തിക ആരോപണങ്ങൾ ചെയ്യുന്നു. അതേപോലെ തന്നെ നരേന്ദ്രമോദിയായിട്ടോ അമിത്ഷായിട്ടോ യാതൊരു ബന്ധവും അല്ലെങ്കിൽ നിലവിലുള്ള HRDSനില്ല. പ്രധാനമന്ത്രിയുടെയും അതേപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അടക്കമുള്ള ഫോട്ടോകൾ വെച്ചുകൊണ്ട് താൻ സംഘപരിവാർ ആണ് എന്ന് വരുത്തി തീർക്കാനാണ് അജയ് കൃഷ്ണൻ ശ്രമിക്കുന്നത് എന്നുള്ള ആരോപണവും മുൻ ജീവനക്കാരൻ പറയുന്നു. ഏതായാലും കാര്യങ്ങൾ വളരെ വലിയ ആരോപണങ്ങളിലേക്കാണ് മാറുന്നത്. HRDSന്റെ കാര്യത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന നേരത്തെയുള്ള കേരള സർക്കാരിന്റെ നിലപാട് ആവർത്തിച്ചിരുന്നു മുൻ ജീവനക്കാരൻ. അതുകൊണ്ട് തന്നെ കേരള സർക്കാരിനും ഇത് സംബന്ധിച്ച പരാതി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഏതായാലും പെൺകുട്ടിയുടെ പിതാവ് നിയമപോരാട്ടത്തിന് ഒരുങ്ങുകയാണ്. തനിക്ക് നീതി വേണം, പണക്കൊഴുപ്പ് കൊണ്ട് മാത്രം തന്റെ മകളുടെ മാനത്തിന് വില പറയാൻ കഴിയില്ല എന്ന ഉറച്ച നിലപാടാണ് അദ്ദേഹം ഇന്ന് പ്രകടിപ്പിച്ചത്.